പിണറായി സർക്കാരിനെ ഇപ്പോൾ കേരള പോലീസിന് എന്തോ ഭയമാണ്. അതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടത്. ഗോവ ഗവർണറെ അപകടപ്പെടുത്താൻ ശ്രമിച്ച CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകനെ പോലീസ് വെറുതെ വിട്ടതും, സാമൂഹിക മാധ്യമം വഴി പരിചയത്തിലായ +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ DYFI മേഖലാ പ്രസിഡന്റിന്റെ അറസ്റ്റ് വൈകിയതുമെല്ലാം അതിൽ എടുത്തു പറയേണ്ടുന്ന ക്രമക്കേടുകൾ തന്നെയാണ്. കീഴടങ്ങിയ DYFI നേതാവിന്റെ അറസ്റ്റ് 2 രാത്രിക്കും 1 പകലിനും ശേഷമാണ് പോലീസ് രേഖപ്പെടുത്തിയത്. പോലീസ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചെങ്കിലും പെൺകുട്ടിയുടെ മൊഴി ശക്തമായതിനാൽ രാഷ്ട്രീയ അട്ടിമറി നടന്നില്ല. DYFI പെരുന്നാട് മേഖലാ പ്രസിഡന്റ് മടത്തുമൊഴി വലിയകുളത്തിൽ ജോയൽ തോമസിനെതിരെ പെൺകുട്ടിയുടെ മൊഴിയിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അറസ്റ്റ് സ്ഥിരീകരിക്കാതെ റാന്നി DYSPയും പെരുന്നാട് പോലീസും 2 ദിവസം ഒളിച്ചു കളിച്ചു. 2021 ജൂൺ മുതൽ കഴിഞ്ഞ മാസം വരെയാണ് പെൺകുട്ടിക്ക് പലരിൽ നിന്നും ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നിരുന്നത്. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം 20 പ്രതികളാണുള്ളത്. ഇതിൽ 16 പേർ ലൈംഗിക പീഡനം നടത്തിയിട്ടുണ്ട്. ശേഷിച്ച 4 പേർ കുട്ടിയുടെ നഗ്ന വീഡിയോയും ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചവരാണ്. മറ്റൊന്നാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ വാഹനവ്യൂഹത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ CPM നേതാവിന്റെ മകനെതിരെ പോലീസ് കേസെടുക്കാതിരുന്ന സംഭവം. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനന്റെ മകൻ ജൂലിയസ് നികിദാസ് ആണ് കാർ ഓടിച്ചു കയറ്റിയത്. ഞായറാഴ്ച രാത്രി 7:50 സ്വകാര്യ ചടങ്ങ് കഴിഞ്ഞ് ഗവർണർ കോഴിക്കോട്ടെ വസതിയിലേക്ക് വരുമ്പോൾ മാവൂർ റോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു സംഭവം. ഗവർണറുടെ വാഹനം കടന്നുപോയ ഉടനെ അതിന് പിന്നിലേക്ക് നികിദാസ് കാർ അടിച്ച് കയറ്റുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാൾക്ക് നേരെ ആക്രോശിച്ചെങ്കിലും ഇയാൾ തിരിച്ചും കയർക്കുകയായിരുന്നു. കാർ പിന്നിലേക്കെടുക്കാൻ വിസമ്മതിച്ച യുവാവ് വീണ്ടും യാത്ര തുടരാൻ ശ്രമിച്ചു. ഇതോടെ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കാർ പിന്നിലേക്ക് മാറ്റിയാണ് ഗവർണറുടെ ഉദ്യോഗസ്ഥരും സുരക്ഷാ വിഭാഗവും കടന്നുപോയത്. തുടർന്ന് നികിദാസിന് കസബ പോലീസ് പിഴയിട്ടെങ്കിലും കേസെടുത്തില്ല. ട്രാഫിക് നിയമം ലംഘിച്ചതിന് 1000 രൂപ പിഴയിട്ട് വിട്ടയക്കുകയായിരുന്നു. ഗുരുതര നിയമലംഘനത്തിൽ കേസെടുക്കാത്തതിന്റെ കാരണം പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുമില്ല. CPMനെയും സഖാക്കളെയും പേടിച്ച് പോലീസുകാർ പോലും സ്വന്തം ഡ്യൂട്ടി മറക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ.